വെൽക്കം ടു കിണ്ടി പൊന്നോണം 2025. കിണ്ടിയുടെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ്, ഹലോ, who's turn? Myself RJ Kulir And myself RJ Malar. Happy Onam. Welcome to കിണ്ടി പൊന്നോണം 2025ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കിണ്ടി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയുടെ വേദിയിലാണ്. ഇവിടെ നടക്കുന്ന പരിപാടികൾ ലോക മലയാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അല്ലേ കുളിർ? അതെ മലർ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഇത്തവണ കിണ്ടി അസോസിയേഷൻ വളരെ വ്യത്യസ്തമായ കുറെ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അറിയാലോ, ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കളിയാണ് കൈകൊട്ടിക്കളി, തുമ്പിതുള്ളൽ. തുമ്പി തുള്ളുവെന്ന് അറിയാൻ പാടില്ല, രണ്ടെണ്ണം അടിച്ചിട്ട് അപ്പുറത്തെ തമ്പി കിടന്ന് തുള്ളാറുണ്ട്. പിന്നെ ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പൂക്കള മത്സരം. ഹായ് കുളിർ, അങ്ങോട്ട് നോക്കൂ, അവിടെ മനോഹരമായ ഒരു അത്തപ്പൂക്കളം. അത് പൂക്കളമല്ല, ആരോ വെച്ച വാള. രണ്ടാർജകൾ അവതാരകരായെത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് കുറെ കുസൃതി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കും. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ മല? ചോദിക്കു കുളിർ. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ആ കുസൃതി ചോദ്യം ഇങ്ങോട്ട് വേണ്ട, പ്രേക്ഷകരോടുള്ള ചോദ്യം ചോദിക്കും. അതാണ്. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ വീണ്ടും ഒന്നാക്കാനും സൂക്ഷിച്ചില്ലെങ്കിൽ ജാം ആകുന്നതുമായ സാധനം ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? ആർക്ക് വേണമെങ്കിലും പറയാം. കുളിർ ആരും പറയുന്നില്ല, കുളിര് തന്നെ പറയൂ. ഓക്കെ, ആരും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. പാന്റിന്റെ സിബ് താഴോട്ട് വലിച്ചാൽ രണ്ടാകും, മേളിലേക്ക് വലിച്ചാൽ ഒന്നാകും. സൂക്ഷിച്ചില്ലെങ്കിൽ ജാമാകും. നമ്മുടെ കിണ്ടി അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും ഭാരവാഹികളും ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ലൊരു കൈയ്യടോടു കൂടി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ, ഞാൻ മലർ. നമസ്കാരം സാർ, ഞാൻ കുളിർ. നമസ്കാരം, ഞാനാണ് ഇപ്പൊ കിണ്ടിയുടെ പ്രസിഡന്റ് ബേബിച്ചൻ വണ്ടിപ്പെരിയാർ. കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. എന്ത്? വേവിച്ച അണ്ടിപ്പരിപ്പ്. വേവിച്ച അണ്ടിപ്പരിപ്പല്ല, പുഴുങ്ങിയ കപ്പ. മലരെ? അയ്യോ, ഞാനല്ല മലരി, അവളാ മലരി. അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നീയാണ് എനിക്ക് മലരി. സാറേ, എന്തോ? സാറാണല്ലോ ഇപ്പോ കിണ്ടിയുടെ പ്രസിഡന്റ്. അതെ 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 അതെ. അപ്പൊ ഈ ഓണത്തെ പറ്റി നമ്മുടെ റേഡിയോ മാങ്ങാണ്ടിയിലൂടെ ഒരു 2 വാക്ക്. ഓ, പിന്നെന്താ. ഈ മാങ്ങാണ്ടി എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കൊച്ചുനാളിൽ ഞങ്ങൾ ചപ്പി വലിക്കുന്ന. അയ്യോ, മാങ്ങാണ്ടിയെ കുറിച്ചല്ലല്ലേ. ഓണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഓണം മീസ് എ കേരളാസ് നാഷണൽ ഫെസ്റ്റിവൽ. ഇറ്റ് ഈസ്. സാറേ, ഇത് മലയാളം ചാനലാ. ഹലോ, പരിപാടി ഒന്ന് നിർത്തണേ. അതാരാ? അതെ, നിങ്ങളാരാ? ഞാൻ മുളമൂട്ടിൽ സാദിക്ക്. നീ മുളയുടെ മൂട്ടി സാധിക്കുകയോ പൈപ്പിന്റെ കൂട്ടി കൊണ്ട് കഴുകുകയോ അത് നിന്റെ ഇഷ്ടം. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, മുളമൂട്ടിൽ സാദിക്ക്. തോറ്റ പ്രസിഡന്റ് എന്ന് പറ. ഞാൻ തോറ്റതേ ഒരുപാട് വോട്ടിനൊന്നുമല്ല, ഒറ്റ വോട്ടിന്. ഓ, ഒറ്റ വോട്ട്. അതാരുടെ വോട്ടിനാ? എന്റെ വോട്ടിന്. എല്ലാരെയും വോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിന്റെ തിരക്കിന്റെ ഇടയിൽ ഞാൻ വോട്ട് ചെയ്യാൻ മറന്നുപോയി. എടാ, ഒറ്റ വോട്ടാണെങ്കിലും 100 വോട്ടാണെങ്കിലും തോറ്റത് തന്നെയാ. എടാ, നിനക്കെന്നെ അറിഞ്ഞൂടാ, ഞാൻ അതിരുകൾ താണ്ടി വന്നവനാണ്. അപ്പോൾ സാർ അതിരൻ. ആഹാ, എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ മൈലുകൾ താണ്ടി വന്നവനാണ്. അപ്പോൾ സാർ. വേണ്ട 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 വേണ്ട. ഹലോ മാഡം, ലൈവ് പോവുകയാണോ? അതെ. എങ്കിൽ നമുക്കൊന്ന് കൊളാബ് ചെയ്താലോ? അപ്പോ തോറ്റ പ്രസിഡന്റിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓണത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. അതൊരു പുതിയ അറിവാണ് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഓണമല്ലേ. അപ്പോ ഓണത്തിന് നമ്മുടെ വീട്ടിൽ വരുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആരാണ്? ഭർത്താവിന്റെ കൂട്ടുകാര്. ഭർത്താവിന്റെ കൂട്ടുകാര്? ആ, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ കൂട്ടുകാർ വെള്ളം അടിക്കാൻ വരുന്ന. എന്നാലും മാവേലി എന്ന് പറയരുത്. ആ മാവേലി വരുന്ന ഓണം എത്രത്തോളം കെങ്കേമമാക്കാവോ അത്രത്തോളം കെങ്കേമമാക്കണം. ഞാനായിരുന്നു ഇവിടുത്തെ പ്രസിഡന്റ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും ഏറ്റവും തലപ്പൊക്കമുള്ള ആനയായ പെറ്റിക്കോട്ട് രാമചന്ദ്രനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേനെ. പെറ്റിക്കോട്ടല്ല, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. ആ, തെച്ചിക്കോട്ട് രാമേന്ദ്രനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേനെ. തള്ളുന്നെങ്കിൽ ഒരു മയത്തിലൊക്കെ തള്ളണം. സാർ, ഇവിടെ ഒരു തർക്കം വേണ്ട. ഇവിടെ ഇപ്പൊ നല്ല ഗംഭീരമായ ഒരു പ്രോഗ്രാം നടക്കല്ലേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ അത് ഞാൻ പ്ലേ ചെയ്യാം. എങ്കിൽ എനിക്ക് ബാബുരാമന്റെ പാട്ട് കേൾപ്പിച്ചു തരാവോ? ബാബുരാമനോ? ആ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ബാബുരാമൻ തേക്കണ്. ഇതാണോ ഉദ്ദേശിച്ചേ? ആ, ഞാൻ ഈ ബാബുരാമൻ തേക്കുന്ന പാട്ടാ ഉദ്ദേശിച്ചത്.
ഇനി നമുക്കൊരു കുസൃതി ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, കടക്കാം. സാർ, ചോദ്യം ഇതാണ്. ഞങ്ങൾ ഒരാളുടെ പേര് പറയും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ പേര് പറയും. ആ പേരിന്റെ പകുതി പറയും, ബാക്കി സാറ് പറയണം. ഓക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് അമിതാഭ് ബച്ചൻ. ഓക്കെ 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 മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യത്തെ പേര് രാഹുൽ ഗാന്ധി, ഡൊണാൾഡ് ട്രംപ്, മഞ്ജു വാര്യർ, ഇലോൺ മസ്ക്, കുന്നുമേൽ ചാന്ത, മിയ. ഖലീഫ. ഇപ്പൊ മനസ്സിലായില്ലേ ഇയാൾ അങ്ങനെ തോറ്റുപോയെന്ന്? ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടണ്ടേ? എന്നാ ഇനി ഈ പ്രസിഡന്റിനോടുള്ള ചോദ്യം. ചോദിക്ക്. അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത്രേ ഉള്ളൂ, നിസാരം. ഒരാള് സംസാരിക്കാൻ പഠിപ്പിക്കും, മറ്റേയാള് സംസാരിക്കാതിരിക്കാൻ പഠിപ്പിക്കും. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു നക്ഷത്രം. മൂലം. കറക്റ്റ് ആണ്. ഹലോ കുഞ്ഞപ്പൻ, സദ്യ എന്തായി? പ്രസിഡന്റ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ കുഞ്ഞപ്പ കുഞ്ഞപ്പ എന്ന് വിളിക്കരുതെന്ന്. നിന്റെ പേര് കുഞ്ഞപ്പൻ എന്നല്ലേ? അതെന്റെ വൃത്തികെട്ട അച്ഛനിട്ട പേരാണ്. ഞാൻ എനിക്കൊരു പേരിട്ടിട്ടുണ്ട്, ഗോപീകൃഷ്ണൻ. അത് വിളിച്ചാൽ മതി. ഏത് പേരാണെങ്കിലും നീ ഇവിടുത്തെ പാചകക്കാരനാ. പാചകക്കാരനൊക്കെ, പക്ഷെ നിങ്ങളുടെ ഇവിടുത്തെ വേളക്കാരൻ എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടണില്ല. അത് നീ പറയരുത്. നീ ലിസ്റ്റ് തന്ന എല്ലാ സാധനങ്ങളും മേടിച്ചു തന്നിട്ടുണ്ട്, എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് അതില്ല ഇതില്ല എന്നൊന്നും പറയരുത്. നീ ആ ചാക്കിനകത്ത് അങ്ങനെ നോക്കൂ. നീ പറഞ്ഞ കോൺസെൻട്രേഷൻ ആ ചാക്കിനകത്ത് വല്ലതും കാണും. ഓ, എന്റെ പ്രസിഡന്റ്, എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ലെന്നാ പറഞ്ഞ. എനിക്ക് തിരുമാൻ 2 പെണ്ണുങ്ങളെ വേണം. തേങ്ങാ തിരുമാൻ. എടോ, താൻ ഇവിടെ കിടന്ന് നിന്ന് തിരിയുന്ന കൊള്ളാം. 10-600 പേർക്ക് സദ്യ ഉണ്ടാക്കാനുള്ളതാ. 600 പേർക്കാ. ഇന്നലെ ഞാൻ 3000 പേര് സദ്യ ഉണ്ടാക്കിയത്. അന്നാരം ഒരു 600 പേര്. ഞാൻ അപ്പോഴേ പറഞ്ഞത് വല്ല കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ചാൽ മതി. എന്നാ തോറ്റ പ്രസിഡന്റ്, കാറ്ററിംഗിൽ പോയി ഉച്ചക്ക് ഉണ്ടാ മതി. പച്ച വെള്ളം ഞാൻ തരത്തില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോറ് വെക്കാനുള്ള അരി ഇട്ടായിരുന്നോ? വെള്ളം വെച്ചായിരുന്നു. ഞാനോ? പിന്നല്ല ഞാനോ? ഞാൻ പറഞ്ഞില്ലേ ഒരു കൈ സഹായത്തിന് ഒരാൾ വേണോന്ന്. അത് പോട്ടെ, സാമ്പാർ ഉണ്ടാക്കിയോ? പച്ചക്കറി അരിഞ്ഞായിരുന്നു. ഞാനോ? പിന്നല്ലാതെ ഞാനോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൈ സഹായത്തിന് ഒരാൾ വേണം. അതെ, ഇനി പച്ചക്കറിയുടെ വരുമ്പോൾ ആരും കൂടെ അടിയുണ്ടാക്കണ്ട. ഞാനും കപിലാക്ഷിയും കൂടെ സ്വരുമയോട് കൂടി പച്ചക്കറി മൊത്തം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതപ്പോ ഇന്നലെ രാത്രി 10 മണിക്ക്. അവര് പച്ചക്കറി അരിയ പോയപ്പോ എന്നെ എന്താ വിളിക്കാഞ്ഞത്? ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു? കമലാശി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഇയാളെ ഞാൻ വിടുവായിരുന്നു. ഞാൻ അവളുമായിട്ട് ചേർന്നിരുന്നത് കുനുകുനാന്ന് അരിഞ്ഞേനെ. ഇവിടെ എല്ലാ പണിയും ഇപ്പൊ ഞങ്ങളാ ചെയ്യുന്നത്. തനിക്ക് എന്താണോ ഇപ്പൊ പണി? അത് കൊള്ളാം. അപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ലേ? ജീവൻ പണയം വെച്ചാ ഞാൻ അപ്പുറത്തൊരു പണി ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് പണി? പപ്പടം കാച്ചുന്നു. തിളച്ച എണ്ണയായിട്ടുള്ള പണിയാ. കൈയൊന്ന് സ്ലിപ്പായാലേ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാവും. പ്രസിഡന്റ് ഫ്രീ ആണോ? ആണെങ്കിൽ 15 തേങ്ങ തീരുമാനമുണ്ട്. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് ആണ്. എന്നോടാണ് തേങ്ങ തീരുമാനം പറയുന്നത്. ഇത് കേട്ടാ, തേങ്ങ തീരുമാനം വിളിച്ചൊരു ഉള്ളി കിടന്ന് കടിച്ചു കീറാൻ വരികയാണ്. തോറ്റ പ്രസിഡന്റ് ഫ്രീ ആണോ? ആണെങ്കിൽ ഒരു 15 തേങ്ങ തീരുമാനം. തേങ്ങ തീരുമാനം. ഇവിടെ തോറ്റ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് താൻ എന്നെ കൊണ്ട് തേങ്ങ തീരുമാനിക്കാൻ നോക്കുവാണോ? ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ആരും നോക്കും? ഈ നിൽക്കുന്ന ഈ പ്രസിഡന്റ് നോക്കുവോ? ഈ DJ-ക്കാർ നോക്കുവോ? DJ അല്ല, RJ. എന്ത് തേങ്ങയായാലും അവര് നോക്കോ? ഇല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞ ആവശ്യമില്ലാതെ എന്റെ എനിക്ക് ഇടപെടാൻ വന്നിട്ടില്ല. എന്റെ തനിക്ക് ഉണർത്താന്നറിയും. ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ ചൂടാവണ എന്തിനാണ്? 2 തേങ്ങ തീരുമാനല്ലേ വിളിച്ചത്? കമലാശി ഫ്രീ ആണോ? എന്തിനാ തേങ്ങ തീരുമാൻ? ഞാൻ ഫ്രീ അല്ല. ദേ റീൽസ് എടുക്കാൻ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്. മോളൂസേ. ഓ, ചേട്ടൻ മറന്നു. ഇന്ന് രാവിലെ നമ്മൾ ഇട്ടില്ലല്ലോ എന്ത് റീൽസ്. പേടിപ്പിച്ചു കളഞ്ഞു. നീ ഇന്നലെ റീൽ ഇട്ടായിരുന്നോ? ഇട്ടായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ യോഗാസനം ചെയ്തുകൊണ്ടിരുന്നപ്പോ നീ അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടില്ലായിരുന്നോ? ഇട്ടായിരുന്നു. അതിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നു? ചേട്ടന്റെ ആസനം കണ്ടോ? അയ്യോ, അതിൽ യോഗ എവിടെ പോയി? എന്റെ ചേട്ടാ, പോസ്റ്റ് ഇടുമ്പോ വളരെ ഷോർട്ട് ആയിട്ട് ഇട്ടാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. നിന്റെ ഷോട്ട് കാരണം അതിലെ കമന്റ് മൊത്തം നല്ല നീളത്തിലാ വന്ന്. എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കുന്നേ? അയ്യോ മോളൂസെ, കളിയാക്കിയതല്ല, ഞാനൊരു വാസ്തവം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോയും കൂടെ എടുക്കാം. ഈ ഫോട്ടോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇതിന്റെ ക്യാപ്ഷൻ കലിപ്പന്റെ കാന്താരി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇതുവരെ ഒരു ലൈക്കോ ഒരു കമന്റോ എന്തിന്? സ്നേഹത്തോട് ഒരു കൊളാവെങ്കിലും ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? യൂട്യൂബ് ചാനലില്ല, എന്തിന്? ഒരു കണ്ടന്റ് പോലും ഇല്ല. കണ്ടന്റും കൊളാബൊന്നും ഇല്ലെന്ന് മാത്രം നീ പറയരുത്. രാവിലെ 2 ബാഗും തൂക്കി സ്കൂളിലേക്ക് പോയത് കണ്ടോ? അതിന്റെ കൊളാബ് കാരണം ഉണ്ടായ 2 കണ്ടന്റ് ആണ്. കലിപ്പ് തീരുന്നില്ലല്ലോ. ഈ കലിപ്പ് മാറാനായിട്ട് ഒരു ഫോട്ടോയും കൂടെ എടുക്കാം. ഇങ്ങോട്ട് നീങ്ങിയില്ല. ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങൾ ഇവിടുത്തെ വൈറൽ കപ്പിൾസ് ആണല്ലേ? അതെ അതെ. നിങ്ങളെ കുറിച്ചൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാവോ? നിങ്ങൾ എങ്ങനെ കണ്ടുപിട്ടി, നിങ്ങൾ എങ്ങനെ ഒന്നിച്ചു, അതിനെ കുറിച്ചൊന്ന് പറയാവോ സാർ? അതൊരു ലോങ് സ്റ്റോറിയാണ്, പറയുമ്പോളൂ. അത് എനിക്ക് പ്രസൂനെ നേരത്തെ അറിയാം. പ്രസുവോ? പ്രസന്നൻ. ഞാൻ സ്നേഹം കൂടുമ്പോ പ്രസൂന്നാ വിളിക്കുന്നത്. ചേട്ടൻ എപ്പോഴാണ് ആദ്യമായിട്ട് ചേച്ചിയെ കണ്ടത്? അല്ല, ഞാൻ ഈ പിക്കിൾസ് വിൽക്കാൻ വേണ്ടി ഇവളുടെ വീട്ടിൽ പോയി. അപ്പൊ ഇവള് വീട്ടുമുറ്റത്തിരുന്ന് റീൽസ് ചെയ്യുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഒന്ന് പിടിക്കുവോന്ന്. അല്ല, ഒന്ന് വീഡിയോ പിടിക്കുവോന്ന്.
അങ്ങനെ ഞാൻ പിടിച്ച വീഡിയോ അങ്ങ് വൈറലായി. പിന്നെ എപ്പോ ഞാൻ പിടിച്ചാലും അതങ്ങ് വൈറലാവും. അങ്ങനെ റീൽ പാർട്ട്ണറിൽ നിന്നും റിയൽ ലൈഫ് പാർട്ട്ണറായി. അപ്പൊ ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് റീൽസുകൾ എടുത്ത് ചേട്ടനും ചേച്ചിയും വൈറലാകട്ടെ എന്ന് ഈ മലരും ഈ കുളിരും ആശംസിക്കുന്നു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചേട്ടാ? എന്താണ് ഈ മലരും കുളിരും എന്നുള്ള പേരിടാൻ കാരണം? അതായത് ഈ മലർ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് അറിയാതെ അങ്ങ് കുളിരും. എങ്കിൽ പിന്നെ നമുക്കൊരു വെറൈറ്റി ഐറ്റം കണ്ടാലോ? എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ തിരുവാതിരയല്ലേ കാണുന്നത്. ഇവിടെ ഇതാ ആണുങ്ങളുടെ ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് കാണാം. ലല്ലലാം ലല്ലാം 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 ലല്ലലല്ല കൊച്ചിയിലെ കൊച്ചച്ചനാം ലല്ലലാം പൊന്നോട നാളിലന്ന് ലല്ലലാം കൊച്ചിയിലെ കായലിലെ ലല്ലലാം നീന്തുവാൻ ആഗ്രഹിച്ചു ലല്ലലാം കൊച്ചിയിലെ കൊച്ചച്ചനാം ലല്ലലാം പൊന്നോട നാളിലന്ന് ലല്ലലാം കൊച്ചിയിലെ കായലിലെ ലല്ലലാം നീന്തുവാൻ ആഗ്രഹിച്ചു ലല്ലലാം ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം മാനത്തു നോക്കി നിന്തി കൊച്ചച്ചൻ, താഴോട്ടു നോക്കി നിന്തി കൊച്ചച്ചൻ, വെള്ളത്തിൽ മുങ്ങി നോക്കി കൊച്ചച്ചൻ, പിന്നീട് പൊന്തിയില്ല കൊച്ചച്ചൻ. മാനത്തു നോക്കി നിന്തി കൊച്ചച്ചൻ, താഴോട്ടു നോക്കി നിന്തി കൊച്ചച്ചൻ, വെള്ളത്തിൽ മുങ്ങി നോക്കി കൊച്ചച്ചൻ, പിന്നീട് പൊന്തിയില്ല കൊച്ചച്ചൻ. ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം നാട്ടുകാരോട് എത്തി ലല്ലലാം വെള്ളത്തിലാകെ നോക്കി ലല്ലലാം കൊച്ചച്ച മുങ്ങിടത്ത് ലല്ലലാം കുഞ്ഞു കുമിള മാത്രം ലല്ലലാം. എന്തായാലും ഇതൊരു വെറൈറ്റി ഐറ്റം ആയി പോയി. ആണുങ്ങൾക്കും ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യാമെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇനി ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് ഹൂസ്റ്റണിലെ ഒരു മെഗാ ഓണമാണ്. അതെന്താ ഇതൊക്കും മേലെയുള്ള ഒരു ഓണം? ഓണങ്ങളിലെ പൊന്നോണമാണ്. മലയാളി അസോസിയേഷൻ ഓഫ് അലൈന കമ്മ്യൂണിറ്റിയുടെ മെഗാ ഓണം കാണാൻ നമുക്ക് ഒന്നിച്ചു പോകാം. Watch it.